കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ പ്രത്യേകിച്ച് വി.ഡി. സതീശനെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിലടക്കം മലയാളം അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ ഒരർത്ഥശങ്കയ്ക്കും വകയില്ലാതെ പറഞ്ഞു വച്ച കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് വരേണ്ടതില്ല എന്നതാണ് അതിൻ്റെ രത്ന ചുരുക്കം. അത് ഈ പറയുന്ന ആളുകൾക്കെല്ലാം മനസ്സിലായിട്ടുള്ളതാണ്. പക്ഷേ കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഇത്രമേൽ നാണം കെട്ട ഒരവസ്ഥയിലൂടെ വി.ഡി. സതീശൻ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാഷ്ട്രീയ ധാർമ്മികതയോ അദ്ദേഹം നിലനിൽക്കുന്ന ആ സ്ഥാനത്തോട് എന്തെങ്കിലും ഒരു ബഹുമാനമോ ഉണ്ടെങ്കിൽ തൽക്ഷണം ഇന്ന് തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് വി.ഡി. സതീശൻ രാജിവെച്ച് മാറി നിൽക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരഭിപ്രായം. പിന്നെ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി, അദ്ദേഹത്തെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്, കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ശ്രീകുമാർ സൂചിപ്പിച്ചത് പ്രകാരമാണെങ്കിൽ അദ്ദേഹത്തെ നിയമസഭയിലേക്ക് ആരെയാണ് ഈ നിയമസഭയിലേക്ക് അനുഗമിച്ച് കൊണ്ടുവരുന്നത്? ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം കണ്ട ഏറ്റവും വലിയ ഒരു ക്രിമിനലിനെ, ഇവിടെ നേരത്തെ നമ്മളെല്ലാം വിശേഷിപ്പിച്ച ഒരു ഹാബിച്വൽ ഒഫൻഡറെ, ഒരു പേവേർട്ടിനെ, ഒരു സൈക്കോപാത്തിനെ, ഒരു ഡസണിലധികം വരുന്ന, ഇന്ന് നിങ്ങളുടെ ചാനൽ തന്നെ പുറത്ത് വിട്ട വാർത്തയനുസരിച്ച് ശരിയാണെങ്കിൽ ഒരു IAS ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ വളരെ മോശമായ മെസ്സേജ് അയച്ചു എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഗർഭചിത്രം, ഒന്നോ രണ്ടോ അല്ല, എത്ര ഗർഭചിത്രമാണ് നടത്തിയത് എന്ന് ഇനിയും വാർത്തകൾ പുറത്തു വരാനായിട്ടിരിക്കുകയാണ്. ഇന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ചാനലുകൾ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പിനെ നിഷേധിക്കുന്നുണ്ടോ, താങ്കളുടെ ശബ്ദമല്ല എന്ന് പറയാൻ ധൈര്യപ്പെടുന്നുണ്ടോ എന്ന്. അതിൽ നിന്ന് വളരെ ബോധപൂർവം ഒളിച്ചോടുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു അദ്ദേഹത്തെ അനുഗമിച്ച നേമം ഷജീറോ ഏതോ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അത് ബന്ധം കാത്തു സൂക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് നടപടിയെടുത്താലും കോൺഗ്രസ്സിൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് ചർച്ച ചെയ്യുന്ന ആള് ഈ പറയുന്ന ക്രിമിനലിനെ, ഈ പെർവേർട്ടിനെ, ഈ ഒഫൻഡറെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിച്ചോളൂ. എനിക്കത്രേ പറയുള്ളൂ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ കൊണ്ടുപോയി ശ്രീകുമാർ നല്ല ഫുഡൊക്കെ കൊടുത്ത് അതിന് പറ്റിയ മുതലാണല്ലോ.